kilometers per hour mark against 143, so that's good stuff. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എപ്പോഴും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രോ ഭാഗം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ച മുഴുവൻ കാര്യം എനിക്ക് ആദ്യത്തെ ഒരു മിനിറ്റിൽ പറഞ്ഞു തീർക്കാനുള്ള ഒരു ഏർജാണ്. അപ്പം എന്തായാലും ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല വെതറാണ്, തണുപ്പുണ്ട്, പക്ഷെ സ്റ്റിൽ നല്ല അടിപൊളി വെയിലൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂഡൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. പിന്നെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ബുദ്ധിമുട്ടുകളും ഛർദിയും ക്ഷീണും ഒക്കെ മാറിയിട്ട് സെക്കൻഡ് ട്രൈമസ്റ്റർ നല്ല അടിപൊളിയായി എനർജറ്റിക്കായി ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് നല്ല നല്ല പ്രയേഴ്സ്, ബ്ലെസ്സിങ്, വിഷസ്, അതേപോലെ തന്നെ ഓരോരോ ആൾക്കാർക്കും അവരുടെ പ്രഗ്നൻസിയും ഡെലിവറിയും ഫേസിലുണ്ടായിരുന്ന അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നല്ല ഒരു മിക്സ് ഓഫ് ഇമോഷൻ വരുന്ന ഒരു കമൻറ്റ് സെക്ഷൻ ആയിരുന്നു കേട്ടോ അത്. ഞാൻ അതിൽ ഓരോരോ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത്ര കമൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൽ കമൻറ്റ് ഇട്ട ഓരോ ആൾക്കാരോടും എൻ്റെ സ്നേഹം അറിയിച്ചും കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു നിങ്ങൾ എനിക്ക് അപ്പം തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇമോഷൻ. നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും റെസ്പോൺസ് അല്ലെങ്കിൽ ഇത്രയും സ്നേഹം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുന്നേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്തായാലും ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കുറച്ച് മുകളിലായിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം, നെക്സ്റ്റ് ഡേയും ഇപ്പോഴും ഒക്കെ ആ കമൻറ്റ് സെക്ഷനിലൂടെ വായിക്കുമ്പോൾ. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴാണ് ആ ഒരു ഫീലിക്ക് അങ്ങോട്ട് വന്നത്. ഈ ചമ്മറൊക്കെ പടിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു കോസി ആയിട്ടിരുന്നിട്ട്, സോറി ഹീറ്ററിൻ്റെ ശബ്ദമാണ് കേട്ടോ അത്, വിചാരിച്ചു എൻ്റെ വയർന്നാന്ന്. അപ്പോൾ കോസി ആയിരുന്നു നമുക്കിങ്ങനെ ഓർത്തെടുത്ത കഥകളൊക്കെ പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് സെഷൻ ഒരുപാട് നല്ല പ്രയേഴ്സും വിഷസിനും ഒക്കെ പുറമെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 2 കമൻസ് ആയിരുന്നു കേട്ടോ. ഒന്ന്, എനിക്ക് PCOS ഉണ്ട് എന്നുള്ളത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PCOSന് വേണ്ടി ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നോ, ഡോക്ടർ എനിക്ക് എന്തൊക്കെ അഡ്വൈസസ് ആണ് പറഞ്ഞു തന്നത്, പിന്നെ PCOS വെച്ച് ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആയെന്നുള്ള എൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമോ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ PCOS ഉള്ള പല ആൾക്കാർക്കും അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാരണം എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ എനിക്ക് അങ്ങനെ അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോസിൽ പറയാം. അതായിരുന്നു ഒരു കമൻറ്റ്. പിന്നെ രണ്ടാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് വിഷ്ണുവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞപ്പോൾ അവർ റിയാക്ഷൻ എന്തായിരുന്നു, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തും കൊണ്ടൊരു വീഡിയോ ചെയ്യുമെന്ന്. പ്രഗ്നൻ്റ് ആണെന്നുള്ളത് നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള ഇമോഷനാണല്ലോ നമുക്ക് അവരുടെ നിന്ന് കിട്ടുക. അപ്പോൾ എന്തായാലും അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തും കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേൽ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ PCOS എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ ഒപ്പം എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് വിഷ്ണുവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ പേരൻസിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തും കൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അയ്യോ പോലൊരു മിനിറ്റേ, ഞാനൊരു കാര്യം കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
കണ്ടോ, എനിക്ക് ഇത്ര വയറായി. ഇതിപ്പോൾ എനിക്ക് 15 വീക്സും 3 ഡേയ്സുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ മുകളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ അടിവയറ്റിലൊരു ചെറിയ റൗണ്ട് വന്നതുപോലത്തെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു വയറ് എന്നുള്ള ഫീലൊക്കെ വരിക. പക്ഷെ എന്തായാലും ഈ ഒരു ചെറിയ മാറ്റം തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ഇരുന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിയിരുന്നേ, കാരണം വൈറ്റമിൻ ഡി കുറച്ച് ഓവറാവാൻ വേണ്ടി തുടങ്ങി. സ്കിന്നും ചെവിയൊക്കെ ഇങ്ങനെ പൊള്ളാൻ വേണ്ടിയിട്ട് വെയിലിങ്ങനെ അടിച്ചിട്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു മൊത്ത സംഗതി ഞാൻ ഒരു കഥ പോലെ പറയാട്ടോ. അതായിരിക്കും എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കുമ്പോഴും കുറച്ചും കൂടി ഒരു ഫ്ലോ കിട്ടുന്നത്. എല്ലാവരുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കഥയായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നവംബർ 11-നാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ്. കഴിഞ്ഞ ഒരു 2-3 മന്ത്സായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവുലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു ഡേറ്റ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, ഇന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ 11 ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു. അതായത് ആ മാസത്തെ ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു. അത് ഭയങ്കര നേരത്തെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ ആക്രാന്തം ഉണ്ടായിരിക്കില്ലേ ചില കാര്യങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള ഡേറ്റിനേക്കാളും വളരെ നേരത്തെ ഞാൻ ടെസ്റ്റ് എടുത്തത് കൊണ്ട് ആ ഒരു ടെസ്റ്റിൽ നെഗറ്റീവാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പ്രഗ്നൻ്റ് ആണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യില്ലേ, നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള അവിടെ ഇവിടേക്ക് ഒരു തോന്നൽ പോലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നവംബർ 16 ഇറ്റലിയിലോട്ട് ട്രാവൽ ചെയ്യായിരുന്നു. നമുക്ക് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നവംബർ 15 എനിക്കൊന്നും കൂടെ ഒരു തോന്നൽ, നമുക്ക് ഒരു തവണയും കൂടെ ഒരു ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. മെയിനായിട്ട് തോന്നാൻ 2 റീസൺ ആയിരുന്നു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. 2, നമ്മൾ കുറച്ച് വൈൻ ടേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇറ്റലി ട്രിപ്പിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്താൽ മാത്രമാണല്ലോ ഈ ഒരു വൈൻ ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു 100% സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് നവംബർ 15 നമ്മൾ ഒന്നും കൂടെ ടെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ നവംബർ 15 ഈവനിങ് പുറത്തായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണടയുടെ കുറച്ച് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് വിഷ്ണുവിനെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നു. രാത്രി നമുക്ക് ഡിന്നർ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാം, തൈര് സാദം പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചു ഞാൻ മുകളിലോട്ട് വന്നു. വിഷ്ണു ആസ് യൂഷ്വൽ താഴെ ഇരുന്ന് ക്രിക്കറ്റ് കാണാൻ വേണ്ടി തുടങ്ങി. ഞാൻ മുകളിൽ വന്നു ടെസ്റ്റ് എടുത്തു. ഇതൊരു ഡിജിറ്റൽ പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റ് ആയിരുന്നേ. അപ്പോൾ അതിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ളത് ഡിജിറ്റലി ആണ് ഡിസ്പ്ലേഡ് ആവുക. ഡച്ചിലാണ് കാണിക്കുക. സ്വാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണ്, നീറ്റ് സ്വാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് അല്ല. അപ്പോൾ ടെസ്റ്റ് എടുത്തു. ഒരു 3 to 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 4 to 5 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട് നമ്മൾ ടെസ്റ്റ് എടുത്തതിന് ശേഷം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. കുറേ ലോഡിങ് സംഗതിയൊക്കെ കാണിക്കും അതിൽ. അങ്ങനെ അപ്പോൾ ടെസ്റ്റ് എടുത്തു. ഞാൻ ഈ ഒരു കിറ്റ് സൈഡിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ തൈര് സാദം ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിരുന്ന് റീൽസ് നോക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു തൈര് സാദം ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് മൊത്തം എങ്ങനെയാണ് എനിക്ക് വന്ന ഇമോഷൻ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ളൊരു തോന്നലും, അതുകൊണ്ട് ആ ഒരു ടെസ്റ്റ് എടുത്തതിന് ഭയങ്കര ഒരു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തോന്നലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് തന്നെ നിൽക്കുമല്ലോ, അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനത് മാറ്റി വെച്ച് ഞാൻ ഈ ഒരു കാര്യം ചെയ്തു. എന്നിട്ട് എനിക്കൊരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് താഴെ പോയി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് ഞാൻ പോണതിൻ്റെ മുന്നേ കിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ സ്വാങ്കർ. എനിക്ക് കുറച്ച് നേരം കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ കാണുന്ന കാര്യം വായിക്കുന്ന കാര്യം ഞാൻ കണ്ടതും എല്ലാം കൂടെ എനിക്ക് അങ്ങോട്ടെത്തിയോ ഇങ്ങോട്ടെത്തിയോ പോയോ അങ്ങനെ ആകമത്തൊരു ഫീലായിരുന്നു. എന്നിട്ട് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്, ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ ഈ ഒരു കിറ്റും പിടിച്ച് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ
എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെ തോന്നുമെന്നുള്ളത്. ഇപ്പം എനിക്ക് ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരാളുടെ ലൈഫിൽ ഒരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ലൈഫിൽ എനിക്കതിന് ഇമ്പോർട്ടൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്ന് ഈ കല്യാണം എൻ്റെ ഉറപ്പിച്ചോ അല്ലെങ്കിൽ കല്യാണം നോക്കാൻ തുടങ്ങിയോ അന്നേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ മേക്കപ്പും എൻ്റെ വീഡിയോഗ്രാഫിയും എൻ്റെ ഫോട്ടോഗ്രാഫിയും ഒക്കെ. എനിക്ക് കല്യാണം കഴിക്കുന്ന ആളെക്കാളും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അതായിരുന്നു എന്ന് വേണമെങ്കിൽ ആ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നൂല. അപ്പം നല്ല ഒരു താല്പര്യം അതിനോടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ചധികം കാലം കഴിഞ്ഞ് നമുക്കിങ്ങനെ പ്രഗ്നൻ്റ് ആവാനൊക്കെ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ ചുമ്മാ മനസ്സിൽ വിചാരിക്കില്ലേ, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് എപ്പോഴെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാനത് ഭയങ്കര കലാപരമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. വീട്ടിൽ ഞാൻ ഭയങ്കര കലാപരമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അതായത് ഞാൻ മെല്ലെ ഹോൾഡ് ചെയ്ത് ഹേ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് റോംബറൊക്കെ അയക്കും. രോഹിത്തിന് ഹേയ് നാന എന്ന് പറഞ്ഞിട്ട് റോംബറൊക്കെ അയക്കും. അങ്ങനെയായിരിക്കും അവർ അറിയാന്നൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ തകടം മറച്ചും കൊണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇവരെല്ലാവരും എടുത്ത് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊന്നും ഞാനൊരു ഡിസ്ക്ലെയിമറായിട്ട് മുന്നേ പറയാട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. കിളി പോയ രീതിയിലായിരുന്നു ഞാൻ താത്തയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്തും വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ വിഷ്ണു പ്രഗ്നൻ്റ് ആണെന്ന്. അധികം നാടകീയതകളൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ആ ഒരു കാര്യം പറയുകയാണ് ചെയ്തത്. ഇനി കൂടുതൽ ഞാൻ അതിൽ പറഞ്ഞിട്ട് വഷളാക്കുന്നില്ല. ബാക്കി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരൂ, എന്നിട്ട് ബാക്കി ഞാൻ പറയും. വിഷ്ണു പ്രഗ്നൻ്റാ? നീ സ്വാങ്കറാണ്, പ്രഗ്നൻ്റ് അല്ലാന്ന്. പ്രഗ്നൻ്റാ? ടി വി ഒന്ന് ഓഫ് ചെയ്യോ പ്ലീസ്? ഒരു മിനിറ്റ്. സീരിയസ്ലി ഞാൻ വിറക്കണു. ഇതൊന്നും കൂടെ അല്ലേ? ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക്. തമാശ കളിക്കരുത് വിഷ്ണു. അത് ഡിജിറ്റൽ ആണ്, എനിക്ക് അതിന്റെ അകത്ത് കയറി ടൈപ്പ് ചെയ്യാൻ പറ്റൊന്നുമില്ല. എന്റെ കൈ പിടിച്ചോക്ക്. വിഷ്ണു ആ കിറ്റിനോട് കുറച്ച് ഒബ്സസ്ഡ് ആയതുപോലെയായിരുന്നേ. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, 2-3 തവണ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിളി പോയ ഫീലായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും എന്താണ് ചുറ്റും നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു റിയാലിറ്റിനോട് ഡിസ്കണക്ട് ഫീൽ. അങ്ങനെ ആകമൊത്തം ഞാനിങ്ങനെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇമോഷൻ ഇന്നേ വരെ ഉണ്ടാവാത്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു തോന്നലായിരുന്നു എനിക്കെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അതാണ് നമുക്ക് നാളെ ട്രിപ്പ് ഇല്ലായിരുന്നെങ്കിൽ 2 ദിവസം റിയലൈസ് ചെയ്യും ഇതെന്താ സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായിരുന്നു വിഷ്ണുവിന്റെ റിയാക്ഷൻ. നല്ല രസമുള്ള റിയാക്ഷൻ ആയിരുന്നു. വിഷ്ണുവിന്റെ ഹാപ്പിനെസ്സും വിഷ്ണുവിന്റെ ചിരിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു വീഡിയോ കൂടെയാണ് കേട്ടോ. കാരണം ആ നേരം എൻ്റെ കിളി മൊത്തമായിട്ട് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഈ ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷനൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അപ്പം അത്രയധികം എൻജോയ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു 100% നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ പ്രഗ്നൻസി ആയിരുന്നു. നമ്മൾ രണ്ടുപേരും 100% പേരൻസ് ആവണം എന്നുള്ളത് ആഗ്രഹിച്ച് ഇപ്പം പേരൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും ആ ഒരു നിമിഷം പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് പെട്ടെന്ന് ആ ഒരു കിറ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 101% ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഇമോഷനിലൂടെ ഞാൻ ഗോ ത്രൂ ചെയ്യുന്നത്. എവിടുന്നൊക്കെയോ കിളി പോയതുപോലെ എനിക്ക് ചിരിക്കാനും കരയാനും ഒന്നും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ റിയാലിറ്റിയിനോട് കണക്റ്റഡ് ആവുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡിസ്കണക്റ്റഡ് ആവുക, എന്തൊക്കെയൊക്കെയോ ഫീൽ ചെയ്യുക.
അങ്ങനത്തെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഇമോഷൻ എനിക്ക് അതിന് മുന്നേ ഉണ്ടാവാത്തത് കൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടും വേറൊരു കാര്യത്തിനായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനോ ഇങ്ങനെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നതെന്ന് പറയാനോ എനിക്ക് പറ്റുന്നില്ല. ഒരു 101% എനിക്ക് സന്തോഷത്തിൽ നിന്നുണ്ടായ ഒരു ഇമോഷൻ ആയിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആകെ മൊത്തം ഒരു കിളി പോയ അവസ്ഥയിലാണ്. ഞാൻ അന്തം വിട്ടൊക്കെയാണ് ഇരിക്കുന്നത്, എന്താ നടക്കുന്നതെന്ന് അറിയാതെ. അപ്പം എന്തായാലും ഒരു 1/4 മണിക്കൂറിൽ നമ്മൾ രണ്ടുപേരും റിയാലിറ്റിയിലൂടെ തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷമുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു അത്. നമ്മൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സന്തോഷം ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാര്യം, ഇനി ഇത് ആരോട് അടുത്തത് പെട്ടെന്ന് പറയണം എന്നുള്ളതായിരുന്നു. ഞാൻ എന്ത് കാര്യം എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചിട്ട് പറയുന്നൊരു ആളാണ്. ഇപ്പോൾ തൊട്ടല്ല, ആദ്യം തൊട്ടേ ഞാൻ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും ആദ്യം ഞാൻ അമ്മേനെ വിളിച്ചാണ് പറയാറ്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. സോറി, നാട്ടിലെ സമയം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ. കാരണം ഇവിടുത്തെ സമയം ഏകദേശം ഒരു 8:30 8:30 to 9:30 ഉള്ളിലാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ അതിനേക്കാൾ ഒരു 4.5 മണിക്കൂർ കഴിയുമല്ലോ. അപ്പോൾ നല്ല ഗാഢ നിദ്രയിലായിരിക്കും അമ്മയും അച്ഛനും ഒക്കെ. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് വിളിച്ച് പറയണ്ട. കാരണം ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ അത് കേൾക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലിരുന്ന് കേൾക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് പേരൻസിനെ വിളിച്ച് പറയാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് വൺസ് അവിടെ എത്തി കഴിഞ്ഞിട്ട് വിളിച്ച് പറയാമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ അമ്മേനെയും അച്ഛനെയും അന്ന് രാത്രി വിളിച്ച് പറയണമെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നാ ഇനി പ്രദുവിനോടും ഗീതുവിനോടും പറഞ്ഞാലോ എന്നായിരുന്നു. അതും ഞാൻ ഭയങ്കര ഓണായിരുന്നു. നമുക്ക് പെട്ടെന്ന് വിളിച്ച് പറയാം അവരുടെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോവാം, അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ട് ഈ കാര്യം പറയാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു കുറച്ചിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരാളായത് കാരണം ആ ചിന്തയുടെ ശേഷം ഉണ്ടായത് പെട്ടെന്ന് നമുക്കിപ്പോൾ വേണ്ട. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം കുറച്ച് നേരത്തിൽ ലിമിറ്റഡ് ആയിരിക്കുമല്ലോ. അതിനുശേഷം നമുക്ക് പാക്ക് ചെയ്യണം, നമുക്ക് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് അത്ര കുറച്ച് നേരത്തിൽ ലിമിറ്റഡ് ആക്കണ്ട, നമുക്ക് പോയി തിരിച്ച് വന്നിട്ട് ഇവരെടുത്ത് കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി നമ്മൾ രണ്ടുപേരും സുഖസുന്ദരമായി കിടന്നുറങ്ങി. ഡോക്ടർക്ക് മെയിൽ അയച്ചതിന് ശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആണ്, നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഈ കാര്യങ്ങൾ ചെയ്തത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ഒരു കൺഫർമേഷൻ തരുമോ എന്ന് ചോദിച്ച് ഡോക്ടർക്ക് ഒരു മെയിൽ അയച്ചതിന് ശേഷം സുഖസുന്ദരമായി ഈ ഒരു ബെഡിൽ നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങി. പക്ഷേ പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഒരു കിറ്റിൽ മാത്രമല്ലേ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്താലോ, രാവിലെ എണീറ്റിട്ടുള്ള ഫസ്റ്റ് യൂറിനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളൊന്നും കൂടെ വെയിറ്റ് ചെയ്തു. രാവിലെ വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തു, അതിൽ വീണ്ടും സ്വാങ്കർ. 2 കിറ്റൊന്നും എന്തായാലും അടുപ്പിച്ച് തെറ്റായിട്ട് കാണിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു ഉറപ്പായി നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തിങ് ഈ പറഞ്ഞതുപോലെ വീട്ടിലോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് എന്തോ ഒരു മുടക്കുള്ളത് പോലെയായിരുന്നു കേട്ടോ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അമ്മേനെയും അച്ഛനെയും ഒരുമിച്ച് കിട്ടില്ല. അമ്മ വിളിക്കുമ്പോൾ അച്ഛൻ ഉണ്ടായിരിക്കില്ല, അച്ഛൻ വിളിക്കുമ്പോൾ അമ്മ ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവർ രണ്ടുപേരെയും കൂടെ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ ഒരുമിച്ച് കിട്ടുന്നേ ഇല്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, തൽക്കാലം നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്താം, നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാം, അത് കഴിഞ്ഞ് അവിടെ എത്തി ഒന്ന് സമാധാനമായതിന് ശേഷം നമുക്ക് എല്ലാവരെയും വിളിച്ചു പറയാമെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം ഞാൻ രാവിലെ ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അമ്മയും അച്ഛനും വീട്ടിൽ ഒരുമിച്ചുണ്ടോ എന്നുള്ളത്. ഇത്രയും നമ്മൾ ഒരാൾ ഓവറാക്കി വിളിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നില്ലേ, എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ വിളിക്കണമെന്നുള്ളത്. ആ സംശയം സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറ്റലിയിലെത്തിയ ഉടനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എത്തിയ സമയത്ത് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. രാവിലെ ഞാനാണെങ്കിൽ ഒരു കോഫിയും പിന്നെ എന്തോ ഒരു ബ്രെഡും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് വിശക്കുന്നു, എവിടുന്ന് കഴിക്കുന്ന ഫുഡെല്ലാം ഫുള്ളി കുക്ക്ഡ് ആയിരിക്കുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഇത് വിളിച്ച് പറയുക എന്നുള്ളതായിരുന്നു. പക്ഷെ വിഷ്ണു കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തു. ഒരു പിസേറിയയിൽ കയറി നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പിസ്സ ഓർഡർ ചെയ്തു. നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. പക്ഷേ എനിക്ക് അപ്പം തന്നെ വിളിച്ച് പറയണം, എനിക്ക് നമ്മുടെ എയർബിഎൻബിയിലെത്തുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഞാൻ വീണ്ടും വീഡിയോ കോൾ വിളിച്ചു. അപ്പോഴൊക്കെ അമ്മ കുറച്ച് വെറീഡായിരുന്നു കേട്ടോ. കാരണം രാവിലെ തൊട്ട് ഒരാൾ എന്തിന് ഇത്ര തവണ വിളിക്കുന്നത്, അമ്മേനെ വിളിച്ചിട്ട് അച്ഛൻ ഉണ്ടോയെന്ന് ചോദിക്കുക, അച്ഛനെ വിളിച്ചിട്ട് അമ്മ ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പം എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം പറയാനാണോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അമ്മ ഭയങ്കര കുറച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ടി തുടങ്ങി.
എന്നിട്ട് പറഞ്ഞു നീ എന്താന്നുള്ള കാര്യം പറ എന്നൊക്കെ പറഞ്ഞ അമ്മ കുറച്ച് ചൂടാവാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പക്ഷെ എന്ത് വന്നാലും ഞാൻ പറയില്ല. അപ്പം അമ്മ പറഞ്ഞു ഒരാളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, എന്താന്ന് പറയാം, എന്തെങ്കിലും മോശമുള്ള കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോശമുള്ളതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. തിരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എയർബിഎൻബിയിൽ പോകുന്ന വഴിക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വീട്ടിലെത്തി, എന്താണ് നീ ഇത്ര നേരം വിളിച്ചോണ്ടിരിക്കണ്ടായിരുന്നേന്ന്. അപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിഷ്ണുവും കൂടെ ഒരുമിച്ചിരുന്ന് ഈ ഒരു പ്രഗ്നൻസി കിറ്റ് അവരെ കാണിച്ചു. പക്ഷെ ഇത്രയും നാടകം ഞാൻ നടത്തിയത് കൊണ്ട് അവർ ഓൾറെഡി ഒന്ന് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഇയറിൽ നമ്മൾ കുട്ടി വേണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് പേരൻസിന് അറിയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും റീസൺ എന്ന്. എന്നാലും ഇതാണ് എന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. അത് അത്ര തന്നെ സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടുകാരുടെ നിന്ന് ഒരു രീതിയിലുള്ള ഇമോഷനും ഇൻക്ലൂഡിങ് മീ, ഞാനിപ്പോൾ കുറച്ച് ബെറ്റർ ആയതാണ് കേട്ടോ. ഇമോഷൻസ് വളരെ കുറച്ച് പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ് ഇപ്പം അമ്മയും അച്ഛനും വെല്ലച്ഛനും എല്ലാവരും. ഞങ്ങൾക്ക് അതിൽ വല്ല കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇമോഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര പോലും ഒരു രീതിയിലും ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് എൻ്റെ വീട്ടുകാർ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക, ഒരു സബ്ജക്റ്റിൽ ഫെയിലായി എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ഒരു സബ്ജക്റ്റിൽ എനിക്ക് ഫുൾ A+ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞാലും എൻ്റെ അമ്മയുടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരേ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ ഓവറായിട്ട് സന്തോഷിക്കുന്നതോ ഓവറായിട്ട് വിഷമിക്കുന്നതോ ഞാൻ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് പേർപ്പസ്ലി ഹോൾഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത്ര ഇവരുടെ മുഖത്ത് വരും, അതങ്ങനെയാണ്. ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴുള്ള വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇവിടുന്ന് വരുമ്പോഴുള്ള വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ലേ, അമ്മയും അച്ഛനും അത്രയാണ് അവരുടെ മുഖത്ത് റിയാക്ഷൻ വരും. ബാക്കി കുറേ സന്തോഷം അവരുടെ മനസ്സിലുണ്ടെങ്കിലും പുറത്തത്രേ വരൂ. അപ്പം അത്രയൊക്കെ തന്നെയാണ് അവർ വീഡിയോ കോളിൽ കൂടെ കാണിച്ചുള്ളൂ. അച്ഛൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഒരു എന്താ പറയുക, വീഡിയോ കോള് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫോൺ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അമ്മേനെ തീരെ കാണുന്നുണ്ടായിരുന്നില്ല, അമ്മയുടെ ശബ്ദരേഖകൾ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഇടയ്ക്ക് അച്ഛൻ്റെ കുറച്ച് കലിപ്പ് ഫേസ് കാണാം. കാരണം നിങ്ങൾ എന്തിനാണ് ഇറ്റലിയിലോട്ട് ട്രാവൽ ചെയ്തത്, ഇതിൻ്റെ ഇടയിൽ ഇറ്റലിയാണോ വലുത്, നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ എന്നുള്ള കലിപ്പൊക്കെ അമ്മയും അച്ഛനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോക്ടറുടെയൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫോൺ വെച്ച ഉടനെ നമ്മൾ വിഷ്ണുവിൻ്റെ അമ്മേനെയും അച്ഛനെയാണ് അടുത്തത് വിളിച്ചത് കേട്ടോ. ഇതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഈ കിറ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ എക്സ്പ്രഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിച്ചപ്പോൾ ഒന്ന് ഞെട്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓവറാക്കിയതാണ് നിങ്ങൾ ഈ കണ്ടത്. അവരുടെയൊന്നും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള നല്ല റെസ്പോൺസ് ആയിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ ഈ ഒരു ഇയർ എന്താ പറയുക, പേരൻസ് ആവാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളത് രണ്ട് പേരൻസിനും അറിയുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് ടോട്ടലി അറിയാത്തൊരു സാധനം വന്നതുപോലെയൊന്നും ആയിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ അവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇത്. അപ്പം അതിൻ്റേതായിട്ടുള്ള സന്തോഷം രണ്ട് പേരൻസും കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരു കൺസേൺ ഉണ്ടായത് നമ്മൾ എന്തിനാണ് ട്രാവൽ ചെയ്തത് എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേരൻസിൻ്റെ അത്ര കലിപ്പായിരുന്നില്ല കേട്ടോ. അവർ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഡോക്ടറൊക്കെ പറഞ്ഞതല്ലേ, അപ്പം നോക്കി ട്രാവൽ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നല്ല മൂഡിലിരിക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ അവരുടെ അടുത്തും പറഞ്ഞു, ഒരു ഹാപ്പി ഫേസ് കഴിഞ്ഞു. അടുത്തതിനി രോഹിത്തിനെ വിളിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. രോഹിത്ത് ആ സമയത്ത് ചെറുതായിട്ടൊന്ന് നോർത്തിൽ എവിടെ ഒരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. എനിക്ക് തോന്നുന്നു ഒരു 3 വീക്സിൻ്റെ എന്തോ ഒരു ട്രിപ്പ് പോയിരിക്കുന്നു നോർത്തിൽ. അപ്പോൾ ഏകദേശം രാത്രി നാട്ടിലൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ രോഹിത്തിനെ വിളിച്ചത്. രോഹിത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ സംഗതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ചു. ഈ സാധനം കാണിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അത്യാവശ്യം കിളി പോയിട്ടുണ്ടായിരുന്നു. ആകമൊത്തം ഒരു ഇതിലായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വി ആർ വെരി എക്സ്പേർട്ട് ഇൻ ഹോൾഡിങ് ബാക്ക് അവർ ഇമോഷൻസ്. അതുകൊണ്ട് അവൻ്റെ നിന്നും കിട്ടിയ ഇമോഷനും എക്സ്പ്രഷനും ഒക്കെ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. ഹലോ, സാധനം കാണിച്ചേട്ടെ. ഈ ഒന്ന് വിളിച്ചതിക്കോ? ഭയോ എന്താണ്? പോസിറ്റീവാണ്.
അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷമാണ് എനിക്കൊരു വോയിസ് നോട്ട് വരുന്നത്. ആ വോയിസ് നോട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് നോട്ടായിരുന്നു. രോഹിത് എത്രമാത്രം എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയെങ്കിലും അവൻ എക്സ്പ്രസീവ് ആവുക എന്ന് പറയുമ്പോൾ എത്രമാത്രം അവൻ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു വോയിസ് നോട്ട്. കൺഗ്രാറ്റ്സ്. എനിക്കതിൻ്റെ മറ്റേ ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ കാണിക്കേണ്ടി അറിയില്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ മൂഡ് ഒരുത്തരം മറ്റേ കുറച്ച് ഹൈക്ക് ചെയ്ത് മോളിക്ക് വന്ന് സ്റ്റേയിലിട്ട് കയറിയിട്ടാളൂ. പെട്ടെന്ന് ആ മൂടാണ്ട് മാറി. ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നു എനിക്ക്. എന്തായാലും കൺഗ്രാറ്റ്സ്, അടിപൊളി. അങ്ങനെ രോഹിത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ വിധുവിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വിധു അത്യാവശ്യം നല്ല എക്സ്പ്രസീവ് ആയിരുന്നു കേട്ടോ. ഇത് ഈ ഒരു വീഡിയോ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് ഇവരുടെ ഒന്നും ശബ്ദരേഖകൾ ഇതിൽ കേൾക്കാത്തത്. അപ്പോൾ വിധു ഭയങ്കരമായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു അവര്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ചീറാൻ പറ്റിയെങ്കിൽ ഞാൻ ചീറിയനെ വാ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല റെസ്പോൺസ് വിധുവിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ചെറിയ ഷോക്കും കൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മോനില്ലേ ആരുഷിൻ്റെ അടുത്ത് വിധു പറഞ്ഞു, എന്താ പറയുക, ഐശുവിൻ്റെ ടമ്മിയിൽ ബേബി ഉണ്ട് എന്ന്. അപ്പം അവൻ ഫോൺ വാങ്ങിയിട്ട് ചോദിച്ചു, ക്യാൻ ഐ സീ യുവർ ടമ്മി, ബേബീനെ കാണിച്ചു തരുമോന്ന്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് തലേന്ന് അറിഞ്ഞു, അടുത്ത ദിവസം ഇങ്ങനെ ഒരു കുട്ടി വയറിലുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് ഫോർ എ സെക്കൻഡ് ഒന്ന് കണക്റ്റ് ആവാൻ ഒന്ന് അവിടെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഒരു ഷോക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു നല്ല ഷോക്കായിരുന്നു കേട്ടോ, ഒരു രസമുള്ളൊരു ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അവരുടെ അടുത്തും കൂടെ നമ്മൾ കാര്യം പറഞ്ഞു. അൽക്കാനെ വിളിക്കാമെന്നാണ് തീരുമാനിച്ചത്. അതോടുകൂടെ തൽക്കാലം നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യം ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നായിരുന്നു നമ്മുടെ ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഡോക്ടറെ ഒന്ന് കാണിച്ച് ഇപ്പോൾ നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതിനുശേഷം ബാക്കി എല്ലാവരെയും വിളിച്ച് പറയാമെന്ന്. അൽക്കാനെ വിളിച്ച് പറഞ്ഞപ്പോൾ അൽക്ക ഒരു ഹൗസ് പാർട്ടിയിലായിരുന്നു. രാത്രി അവരെല്ലാവരും കൂടി ഒരു പാർട്ടിയിലായിരുന്നു. അപ്പം എനിക്ക് അപ്പം തന്നെ പറയാനുള്ളൂ, വിചാരിച്ച കാര്യം എനിക്ക് അപ്പം തന്നെ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവളോട് പുറത്തിറങ്ങി ബാൽക്കണിയിലോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവളുടെ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് അവളുടെ മുഖത്തുണ്ടായിരുന്നു. പൊതുവേ ആൾക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഉള്ളതിനേക്കാളും ഒരു 20% കൂടുതൽ മുഖത്ത് വരുന്ന ഒരാളാണ് അൽക്ക. അപ്പോൾ അൽക്കടയും വൈശാഖ് സാറിൻ്റെയും റിയാക്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചോദിക്കുക, പറയുക, സന്തോഷം കൊണ്ട് ചാടുക, ശബ്ദം എടുക്കുക, അങ്ങനെ ആകെ മൊത്തം ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ കോളായിരുന്നു അത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ടാണ് അൽക്ക. അതുകൊണ്ട് അൽക്കയ്ക്കും നമ്മുടെ ഈ ഒരു ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതോടെ അവസാനിപ്പിച്ചു. പിന്നെ ഡോക്ടറായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഡോക്ടറിനായിട്ട് ഇമെയിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ ഇറ്റലി ട്രിപ്പ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേക്ക് വേണ്ടി ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എത്രമാത്രം ഞാനൊരു ട്രിപ്പ് എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവും കൂടെയുള്ള ആ ഒരു ടൈം നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ട കുറേ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ നല്ല ട്രിപ്പായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ആ ട്രിപ്പ് എൻഡ് ചെയ്യുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എനിക്കിത് പ്രദുവിൻ്റെയും ഗീതുവിൻ്റെയും അടുത്ത് പറയാൻ അത്രയധികം എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ സംസാരിക്കും കൂടെ ചെയ്തു, ആരായിരിക്കും കൂടുതൽ എക്സ്പ്രഷൻ തരുന്നത്, ഗീതു ആയിരിക്കുമോ പ്രദു ആയിരിക്കുമോ എന്ന്. പൊതുവേ സാധാരണ രീതിയിൽ ഈ പറഞ്ഞതുപോലെ പ്രദുവാണ് കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് എന്താ പറയുക എക്സ്പ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വികാരം അതേപോലെ മുഖത്ത് കാണിക്കുന്ന ഒരാൾ. ഗീതു അത്രയധികം എക്സ്പ്രസീവായിട്ടുള്ള ഒരാളല്ല, കുറച്ചൊന്നും ഇങ്ങനെ പിടിച്ച് ഇമോഷൻസ് പുറത്ത് കാണിക്കുന്ന ഒരാളാണ്. അപ്പം വിഷ്ണു പറഞ്ഞു പ്രദു ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷൻസ് പുറത്ത് കാണിക്കുക, പ്രദുവിൻ്റെതാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, ഞാനും വിഷ്ണു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് നമ്മളിരുന്നുണ്ടായ ഡിസ്കഷൻ ആയിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് അങ്ങനെയല്ല തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ഗീതു ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുക. ഗീതു സാധാ നമ്മൾ കാണുന്ന ഗീതു ആയിരിക്കില്ല, ഗീതു കുറച്ച് ഓവർ ദ മൂൺ പോകുന്ന രീതിയിലുള്ള റിയാക്ഷൻ എനിക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു.
അപ്പം എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. ഗീതുവിൻ്റെയും പ്രഭുവിൻ്റെയും വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർ നമുക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ ഒരു വിഭവസമൃദ്ധമായ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ, അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. മീനുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ഞാൻ മനസ്സുകൊണ്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചോ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഗീതു അവിടെ ഒരു ടെലിപ്പതി പോലെയൊക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഗീതുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ ഇത്രയും വിഭവസമൃദ്ധമായിട്ട് ഗീതു എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഗീതും പ്രതുവും കൂടെ. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മൾ ഇവർക്ക് ഇറ്റലിയിൽ നിന്ന് വേണ്ടി വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തു. അതെല്ലാം അവർ ഇവിടെയൊക്കെ നോക്കി വെച്ചു. അതിനുശേഷം ഞാൻ മെല്ലെ പോയിട്ട് കിറ്റ് എടുത്തിട്ട് ഗീതുവിൻ്റെ കയ്യിൽ കൊടുത്തു. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കാണൂ കേട്ടോ. Seriously? Seriously, no. Anjali, Karana. Oh my God, seriously. Oh my God, oh my God. Oh my God. Polly. Oh my God. രാത്രി 9:00 നിങ്ങളെ ഫോൺ ചെയ്തില്ലേ? അത് ഭയങ്കര എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഗീതു ഭയങ്കര, ഇപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഞാൻ അത്ര അധികം ഇമോഷൻ ഗീതു പുറത്തെടുത്തിട്ട് ഞാൻ ഗീതുവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയായിരുന്നു അങ്ങനെയായിരിക്കും ഗീതു ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ അത്രയും അടിപൊളിയായിരുന്നു. ഭയങ്കര അറിയില്ല എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത്. നമ്മൾ 4 പേരും ടു മച്ച് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെ ഇമോഷൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതൽ പിന്നെ ഞാൻ ഇനി പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ചള്ളാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. എന്തായാലും അതോടുകൂടെ നമ്മൾ തൽക്കാലം പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് എല്ലാവരുടെ അടുത്തും പറയുന്നത് അവസാനിപ്പിക്കാം. ഇനി ബ്ലഡ് ടെസ്റ്റ് വരെ എന്നുള്ള ഡിസിഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വെല്ലച്ചൻ്റെ അടുത്തും അമ്മമ്മയുടെ അടുത്തും പിന്നെ അമ്മയുടെ 2 സിസ്റ്റേഴ്സിൻ്റെ അടുത്തും കൂടെ പറയണം എന്നുള്ളൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണല്ലോ നമ്മുടെ ഒരു ഫാമിലി സെറ്റപ്പ് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്തും കൂടെ പറയണം എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. പക്ഷെ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിതിലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അവരെ വിളിച്ച് പറയാം. അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സ്കാന് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പറയാം. കാരണം കുറച്ചും കൂടെ ഇമോഷൻ ഇൻവോൾവ്ഡ് ആണ്. ഇപ്പം ഞാൻ വെല്ലച്ചനോട് അല്ലെങ്കിൽ അമ്മമ്മയോട് വിളിച്ചിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. 2 days 3 days കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നെഗറ്റീവ് കാണിച്ചിട്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്ത് ഒരു 100% ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇവരുടെ അടുത്ത് പറയാം. കാരണം ഇതിൽ കുറച്ചും കൂടെ ഇമോഷൻസ് ഇൻവോൾവ് ആണ്. ഇപ്പം അമ്മമ്മയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മമ്മയുടെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടി ഒരു കുട്ടീനെയും കൂടെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം അത് ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ദീമയുടെ അടുത്തും പ്രീത മേമയുടെ അടുത്തും ഒക്കെ പറയുമ്പോൾ ഇപ്പം ആമിയും ഒക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കൺഫേം 100% കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് അമ്മമ്മയുടെ അടുത്തും വെല്ലച്ചൻ്റെ അടുത്തും ആമ്മയുടെ അടുത്തും ഒക്കെ പറയാമെന്നുള്ളത് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ അതൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്തു. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിന് ശേഷമാണ് കേട്ടോ. ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു നമുക്ക് ഒരു ഡോക്ടർ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഗതി നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഗെറ്റ് ടുഗെദർ അമ്മു ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ കുറേ ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കഷനിൽ വരുന്നുണ്ടായിരുന്നു. അതായിട്ടും ഇതായിട്ടും മറ്റേതായിട്ടും അവരുടെ പ്രഗ്നൻസി സമയവും അവരുടെ ഡെലിവറി സമയവും അവരെങ്ങനെയാണ് ഇപ്പോൾ പിള്ളേരെ നോക്കുമ്പോൾ പേരൻറ്ഹുഡ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനത്തെയുള്ള ഒരുപാട് ടോപ്പിക്സ് ഡിസ്കഷനിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു ടോപ്പിക്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യം പോയി. എനിക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിരിക്കാനുള്ള കഴിവ് കുറച്ച് കുറവായത് കാരണം എൻ്റെ നാവിന്ന് ഇത് സ്ലിപ്പായി പോയി. ആൻഡ് വിഷ്ണു എക്സ്പെക്റ്റഡ് ആയിരുന്നു എൻ്റെ നാവിന്ന് ഇത് ഇവരുടെ ഒപ്പം കൂടുമ്പോൾ ഇത് സ്ലിപ്പായി പോകുന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല കേട്ടോ. അവരുടെ അടുത്ത് പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. അത് രണ്ടാമത് അവർക്ക് എന്താ ഫീൽ ചെയ്തതെന്നൊക്കെ ചോദിച്ചെടുക്കുമ്പോൾ എനിക്ക് തോന്നി ആ ഒരു റിയലായിട്ട് അവർക്ക് തോന്നിയത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ മുഴുവൻ പറയാനായിട്ട് പറ്റിയില്ലെങ്കിലല്ലോ. അതുകൊണ്ട് അത് വേണ്ട, അതിൻ്റെ ഒരു ബ്യൂട്ടി അന്നൊരു പറഞ്ഞ ദിവസത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു.
എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ടൊന്നും പോകുന്നതിൻ്റെ മുന്നേ അവരുടെയൊക്കെ റിയാക്ഷൻ എൻ്റെ ആ തോട്ടിനെ ഓവർറൈഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അച്ചേച്ചിക്ക് അറിയാൻ വേണ്ടി തുടങ്ങി, ദീപ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയി, ദീപ ചേച്ചിക്ക് ഓൾറെഡി അറിയായിരുന്നു, ഒരു തോന്നലുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പറച്ചില്ല. അമ്മു ചേച്ചി ഭയങ്കര കരയാൻ വേണ്ടി തുടങ്ങി, ദിപിൻ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, സെൻചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര ഒരു പ്ലസന്റ് ഈവനിങ് ആയിരുന്നു. നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമുക്ക് ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക എന്നുള്ളത് ഞാൻ ആ ഒരു മൊമെന്റിൽ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടെയാണല്ലോ എന്താ പറയുക, നമുക്ക് അവർ റിയാക്ഷൻ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര പ്ലസന്റ് മൊമെന്റ് ആയിരുന്നു. എല്ലാവരും വന്ന് ഹഗ് ചെയ്യുക, എന്താ പറയുക, എല്ലാവരും കിസ് ചെയ്യുക, ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മുടെ ഇവിടെയുള്ള NL ഫാമിലിയിൽ ഇപ്പോൾ ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നതും ഒരു കുട്ടി വരാൻ വേണ്ടി പോകുന്നതും. ഞാനൊക്കെ ഇവിടെ വന്ന ഉടനെ എല്ലാ വർഷവും ഓരോരുത്തർ പ്രഗ്നൻ്റ് ആവുമായിരുന്നു. അമ്മു ചേച്ചി പ്രഗ്നൻ്റ് ആയി. ഞാൻ ദീപ ചേച്ചിനെ മാത്രം പ്രഗ്നൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അമ്മു ചേച്ചിനെ 2 തവണ കണ്ടിട്ടുണ്ട്, അച്ചേച്ചിനെ കണ്ടിട്ടുണ്ട്. നമ്മളവിടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പല പല ആൾക്കാരെ നമ്മൾ ഓരോ വർഷവും 2-3 ഗർഭിണികളെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ ആരും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു അറ്റൻഷനും ഒരു ഒരു വ്യത്യാസമൊക്കെ തോന്നുമല്ലോ. ആ ഒരു രീതിയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എന്നെ അവർക്കൊക്കെ എത്ര ഇഷ്ടമാണ് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് മനസ്സിലാക്കി തന്നൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, സ്വീറ്റസ്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോയും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അമ്മു ചേച്ചിനെയും ദീപ ചേച്ചിനെയും ഒക്കെ വീഡിയോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കി നോക്കാം എന്താണ് അപ്പോൾ തോന്നിയെന്നുള്ളത്. അപ്പോൾ അതായിരുന്നു നമ്മൾ NL ഫാമിലിനോട് പറഞ്ഞൊരു കാര്യം, അതായത് അമ്മു ചേച്ചിയെടുത്തും ദീപ ചേച്ചിയെടുത്തും ഒക്കെ. അതിനുശേഷം അന്ന് അവിടെ റോസും അൻഷിഫയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തും കൂടെ നമ്മൾ പറയാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ പ്രതുവും ഗീതും വീട് വാങ്ങിയ ഉടനെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരെയും കൂടെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു ഡിഷാണെന്നുള്ള രീതിയിൽ ഈ ഒരു പ്രഗ്നൻസി കിറ്റ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ആ ഒരു റിയാക്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു റോസിന്റെയും അൻഷിഫയുടെയും റിയാക്ഷൻ. ഈ ഒരു വീഡിയോ മൊത്തം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മൊത്തത്തിൽ ആ ഒരു പീരിയഡിലോട്ട് ഒന്നും കൂടെ കടന്നുപോയതുപോലെ എനിക്ക് തോന്നുക. ഞാനിങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ഫേസിലൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരെയും നമ്മൾ ഉപദ്രവിച്ച ആൾക്കാരെയും നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നാലും പ്രഗ്നൻ്റാന്ന് അറിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 4 മാസം എനിക്ക് ഇവരുടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും, സപ്പോർട്ടിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്നേഹമായിരിക്കും എനിക്ക് എടുത്ത് പറയേണ്ടത്. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു, എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒരു വാക്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോ മച്ച് ഓഫ് ലവ് അല്ലെങ്കിൽ ലവ്ഡ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അതാണ് എനിക്ക് മേജറായിട്ട് നിൽക്കുന്ന. അധികം ദിവസം ഒന്നും എനിക്കിവിടെ കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ വൊമിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഒന്നെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമിൽ ഇവിടെ ഭക്ഷണം എത്തുമായിരുന്നു. ഇമോഷണലി ഡൗൺ ആവുമ്പോൾ ഫിസിക്കലി ആൾക്കാർ ഇവിടെ വന്നിട്ടും അല്ലെങ്കിൽ ഫോണ് വിളിച്ചിട്ടും ഒക്കെ അവരെന്നെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ഭയങ്കര അടിപൊളിയായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ. കുറച്ച് ഫിസിക്കൽ വയ്യായകൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അതിലപ്പുറം നല്ലതായിരുന്നു. സെക്കൻഡ് ട്രൈമസ്റ്റർ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കാര്യങ്ങളെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതായത് ഞാൻ കടന്നു പോരുന്ന സിറ്റുവേഷൻസ് എല്ലാം ഞാനിങ്ങനെ കുറച്ച് ബിറ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ഒരു ലോങ്ങർ വേർഷൻ ഞാൻ ഷെയർ ചെയ്യാം. എങ്ങനെയായിരുന്നു പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു വീഡിയോ.
അപ്പോൾ അതാണ് എല്ലാവരുടെയും ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. അയ്യോ, ഒരു കാര്യം ഇത് പറയാതെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനിക്കില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരുടെയും അടുത്ത് പറഞ്ഞൊരു റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടേന്നുണ്ടായിരുന്ന റിയാക്ഷൻ പറയാതെ എനിക്ക് ഈ വീഡിയോ ഒരിക്കലും എൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം നേരത്തെ തുടങ്ങിയതുപോലെ തന്നെ മെസ്സേജും കമൻസുമാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര, നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ളതൊക്കെ നിങ്ങളുടെ റെസ്പോൺസും എനിക്ക് ഈക്വലി സ്പെഷ്യലായിരുന്നു. കാരണം ഇത്രമാത്രം, ഈ പറഞ്ഞതുപോലെ ഇത്രമാത്രം ഒരു സ്നേഹം ഇതിനു മുന്നേ നിങ്ങൾ എപ്പോഴും പല രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഒരുമിച്ച് സ്നേഹം ആദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാനത് ഷെയർ ചെയ്തതും നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ റെസ്പോൺസും എന്നെ അത്ര സ്പെഷ്യൽ ആണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യാൻ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത വരില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്നെ സപ്പോർട്ട് ചെയ്ത വിഷ്ണു, അമ്മ, അച്ഛൻ, വിഷ്ണുവിൻ്റെ പേരൻസ്, എൻ്റെ സിബ്ലിങ്സ്, വിഷ്ണുവിൻ്റെ സിബ്ലിങ്സ്, പിന്നെ അതേപോലെ ഇവിടെയുള്ള നമ്മുടെ ഫാമിലി, എല്ലാവരുടെയും ഞാൻ ഒരുപാട് അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ എല്ലാവരുടെയും ഉണ്ടായിരുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും കാര്യങ്ങൾ കിട്ടിയോന്ന് എനിക്കറിയില്ല. കാരണം പൊതുവേ എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇമോഷൻസ് ഭയങ്കര കുറവാണ്. എനിക്കും പൊതുവേ ഇമോഷൻസ് ഞാൻ കാണിക്കുന്നത് കുറച്ച് കുറവുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.